നേപ്പാളിൽ നടന്ന പാരാ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടി ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി പ്രമോദ് ദാസ് ശാരീരിക പരിമിതികളെ അതിജീവിച്ചാണ് തിളക്കമാർന്ന നേട്ടം കൈവരിച്ചത്. കൈകളുടെ പരിമിതി കാലുകൾ കൊണ്ട് അതിജീവിച്ച് ഫുട്ബോളിലും മാരത്തോണിലും ഇപ്പോൾ തൈക്കോണ്ടയിലും തിളക്കമാർന്ന വിജയം നേടിയിരിക്കുന്നു. ശാരീരിക പരിമിതികളെ അതിജീവിച്ച് തിളക്കമാർന്ന നേട്ടം കൈവരിച്ച പ്രമോദ് ഇടുക്കി കളക്ടറേറ്റ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനാണ്. ഡിസംബർ ആദ്യവാരം നേപ്പാളിൽ വെച്ച് നടന്ന 13ാമത് കൊറിയൻ അംബാസഡർ അന്താരാഷ്ട്ര ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ പാരാ തൈക്കോണ്ടോ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടി ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയായ പ്രമോദ് ദാസ്. ബാംഗ്ലൂരിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചത്. ജന്മന ഇടതു കൈയില്ലാത്ത പ്രമോദ് ദാസിന് വലതു കൈക്ക് സ്വാധീനവുമില്ല. കൈകളുടെ ഈ പരിമിതി കാലുകൾ കൊണ്ട് അതിജീവിച്ച് ഫുട്ബോളിലും മാരത്തണിലും ഇപ്പോൾ തൈക്കോണ്ടയിലും തിളക്കമാർന്ന വിജയം നേടിയിരിക്കുകയാണ്. വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. കാരണം മറ്റുള്ള കുട്ടികളെക്കാളും വിഭിന്നമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായതിനാൽ കഠിന പ്രയത്നത്തിലൂടെയാണ് എന്നെ പഠിപ്പിക്കാൻ മാഷയുടെ സഹായം ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്നും നിരവധി കുട്ടികൾക്ക് കായിക രംഗത്ത് വളർന്നു വരുവാനും രാജ്യത്തിന് വേണ്ടി മെഡലുകൾ ലഭിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിട്ടും അവർക്ക് സാമ്പത്തികപരമായിട്ടും പരിശീലിക്കാനുള്ള സാഹചര്യങ്ങളോ അതിനുള്ള സംവിധാനങ്ങളോ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ലാത്തതിനാൽ നിരവധി കുട്ടികൾ വളരെ പിന്നോക്കം പോകുന്ന അവസ്ഥയാണ് ഇടുക്കി ജില്ലയിലുള്ളത്. 9 ലോക റെക്കോർഡുകളും ഏഷ്യയിലെ ആദ്യത്തെ ഫിഫ ലൈസൻസ് സർട്ടിഫിക്കറ്റ് കോച്ചുമാണ്. ചെറുതോണി യൂണിവേഴ്സൽ തൈക്കോണ്ടോ അക്കാദമി പരിശീലകനും ഇന്റർനാഷണൽ കോച്ചുമായ പോൾ ജോർജിന്റെ കീഴിൽ കഴിഞ്ഞ 6 വർഷമായി പരിശീലനം നടത്തി വരികയാണ് പ്രമോദ്. ശാരീരിക പരിമിതികളെ അതിജീവിച്ച് തിളക്കമാർന്ന നേട്ടം കൈവരിച്ച പ്രമോദ് ഇടുക്കി കളക്ടറേറ്റിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനുമാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നമ്മുടെ രൂപതയാകുന്ന വീടിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് ബൈബിൾ കൺവെൻഷൻ. ഈശോ നടത്തിയ ബൈബിൾ കൺവെൻഷനുകളുടെ തുടർച്ചയാണ് നമ്മളുടെ കൺവെൻഷനും. വിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന പൗലോസ്ലീഹായുടെ മനോഭാവമാണ് പല രൂപതക്കാരായി നമ്മെ നയിക്കുന്നത്. ഇത് വചനം വിളമ്പുന്ന പന്തലാണ്. നമുക്ക് കൂടുതൽ വിശുദ്ധിയിലും ഐക്യത്തിലും സഭയുടെ പ്രബോധനങ്ങളിലും ദൈവാരാധനയിലുമൊക്കെ ഉറച്ചു നിന്ന് വളരാനുള്ള വലിയൊരു അവസരം കൂടിയാണ്. എല്ലാവരും ഈ പന്തലിലേക്ക് കടന്നു വരണം. നിങ്ങൾക്കെല്ലാവർക്കും തിരുപ്പിറവിയുടെ മംഗളങ്ങൾ. അൽഫോൻസാമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം നാം ഓരോരുത്തരുടെയും മേലെ ഉണ്ടാകും. ക്രിസ്ത്യാനികളായ നമ്മൾ മാമോദീസയിലൂടെ നമ്മുടെ ആത്മാവിലൊരു അടയാളമുണ്ട്, തിരുക്കുരിശിന്റെ അടയാളമോ. ആ അടയാളം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിന്റെ മേൽ പാപത്തിനോ പിശാചിനോ മരണത്തിനോ യാതൊരു അധികാരം ഉണ്ടായിരിക്കില്ല.